കൊക്കും പുഞ്ചിറകുമൊക്കും കാട്ടുകിളി കക്കുന്നെന്തിനുള്ളം വനചാരതേ വരുചാരണീ. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് നിനക്ക് ഇത്ര വലിയ കണ്ണുണ്ടല്ലോ മത്തയ്ക്ക പോലെ. എന്തത് സോറി? മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? മോനെ, നീ ഊണ് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ഒന്ന് വാ ചേട്ടാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? എന്താ കറി? മുരിങ്ങക്കയും ചക്കക്കുരും തേങ്ങയരച്ച് വെച്ചാണോ? അല്ല. എന്നാ കഴിക്കാം. ഞാനൊരു ഫാസ്റ്റ് ബൗളറാണ് സർ. ബാറ്റിങ്ങും മോശമല്ല. ഞാൻ ഡെയിലി രാവിലെയും വൈകിട്ടും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യും. പിന്നെ ടിവിയിൽ ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ മറ്റെല്ലാ ജോലിയും മാറ്റി വെച്ചിട്ട് ടിവിയുടെ മുമ്പ് തന്നെ കുത്തിയിരിക്കും. അടിപൊളി. സൗണ്ട് വന്നപ്പോഴാണ് ഇപ്പൊ അനീഷേട്ടനെ മനസ്സിലായത്. നമ്മുടെ നാട്ടുകാരനാണ്. നിലയ്ക്കാമുക്കിലുള്ളതാണ്. ഞാൻ നിലയ്ക്കാമുക്കിലുള്ള അഖിലേട്ടന്റെ വീടിന്റെ അടുത്ത് പരിചയമുണ്ട്. ഓട്ടോ ഡ്രൈവറാണ്, സുഹൃത്താണ്. ജഗദീഷേട്ടൻ ശരിക്കും വന്ന് നിന്നതുപോലെ തോന്നി. താങ്ക് യു. ടിക്ടോക്ക് ഹിറ്റായി നിൽക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം തൊട്ട് കാണുന്നതാണ് ഈ ചേട്ടന്റെ വീഡിയോ. ടിക്ടോക്കിലൊക്കെ അന്ന് ആ സമയത്ത് എന്ത് വ്യൂസ് ആയിരുന്നു ഈ പുള്ളിയുടെ വീഡിയോ. ജഗദീഷേട്ടൻ നടക്കണ പോലെ തന്നെ ആ ഒരു ഫീലും വന്നു, ആ ബോഡി മാനറിസം കാണാനും എക്സാക്ട് ജഗദീഷന്റെ ഒരു ലുക്ക്. പണ്ടത്തെ ജഗദീഷേട്ടൻ. അതുകൊണ്ടാണ് നമ്മൾ പുള്ളിക്കാരനെ ഇവിടെ കൊണ്ടുവന്നത്. മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കാക്കക്കോയിലെ മറ്റേ സംഭവം കണ്ണാടി വെച്ച് ഞാൻ കണ്ടോണ്ട് നല്ല അതൊന്നും ചെയ്യോ? കഴുത താക്കോൽ എവിടെ നിനക്ക് അറിയില്ലേ? മരുന്ന് ഇപ്പോഴല്ല, പിന്നെ അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം. അപ്പൊ എന്റെ കയ്യില്, പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ, അപ്പൊ എന്റെ കയ്യിൽ കാണൂല്ലോ. എടാ, നിന്റെ കയ്യിലുള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത്? ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലേ എന്റെ കയ്യിലില്ലാന്ന് പറഞ്ഞത്. നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരും അറിയില്ലെന്നാ പറഞ്ഞത്. എന്റെ കയ്യിലുണ്ടെങ്കിൽ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയൂ. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. മരുന്ന് അവിടെ വെച്ചേക്ക്, അവിടെ വെക്കട്ടെ, അവിടെ വെക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ച്. എന്താണ്? അപ്പൊ അതെടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും. അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ അച്ചായൻ പറഞ്ഞത്. ഒളിച്ചു വച്ചാ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. അടിപൊളി, അടിപൊളി, സൂപ്പർ, വെരി നൈസ്. അനീഷേട്ടൻ സാധാരണ ഇങ്ങനെ നടക്കുമ്പോ പോലും കറക്റ്റ് അതുപോലെ ഉണ്ട്. ഇത് ചെയ്ത് അങ്ങനെ ആയതാണോ അതോ പൊതുവെ ഇങ്ങനെ തന്നെ ആയിരുന്നു? നടത്ത സത്യത്തിൽ ഇങ്ങനെ തന്നെ, പിന്നെ ബാക്കിയെല്ലാം ചെയ്ത് സത്യം നടത്തം ഇങ്ങനെയാണ് കേട്ടോ. ഞാനൊരു ദിവസം വണ്ടി സർവീസ് ചെയ്യാൻ പോയപ്പം ഓട്ടോയും കൊണ്ടുവന്നു. ഞാൻ നോക്കിയപ്പോ ജഗദീഷ് ഏട്ടാ ഓട്ടോ ഇതൊന്നും ഇറങ്ങി പോണ അതേപോലെ. ചേട്ടന്റെ ആഗ്രഹം ഈ സിനിമയിൽ അഭിനയിക്കണമെന്നാണ്, നടനാവണം, അതാണ്. നടനായില്ലെങ്കിലും കുഴപ്പമില്ല, സിനിമയിൽ അഭിനയിക്കണം താല്പര്യമുണ്ട്. നടനായില്ലെങ്കിലും കുഴപ്പമില്ല, സിനിമയിൽ അഭിനയിക്കുന്നത് ആഗ്രഹം. അല്ല, സിനിമയിൽ അഭിനയിച്ചാ നടനായല്ലോ. അപ്പൊ ചേട്ടൻ നടനാന്ന് പറയുന്നതിലല്ലേ കാര്യം? അങ്ങനെ മെയിൻ നടനാവണ്ടല്ലോ. പക്ഷെ ചേട്ടൻ അഭിനയിച്ചല്ലോ. അല്ല, അഭിനയിക്കുമ്പോ നടനായല്ലോ. അത് ശരിയാണല്ലേ. താക്കോലും മരുന്ന് ഡപ്പിയിൽ. ചേട്ടനിപ്പോ എത്ര നാളായി ഈ ഫിഗർ പിടിച്ച് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ ഏതാണ്ട് ടിക്ടോക്ക് തൊട്ട് സ്റ്റാർട്ടിങ് ആണ്. ടിക്ടോക്കിൽ ഏതാണ്ട് ഒരു 200 സംതിങ് ഫോളോവേഴ്സ് ആയപ്പോഴാണ് കട്ടായത്. ഇൻസ്റ്റാഗ്രാമിൽ അടിപൊളിയാ. ഇപ്പൊ ഈ കാണിച്ച പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് വീട്ടിലായിരിക്കുള്ള അച്ഛനമ്മ, വൈഫ്, 2 കുട്ടികൾ ആണ്. സൂപ്പർ. ഈ എനിക്ക് തോന്നുന്നു ഓട്ടോയിലും ഈ പറഞ്ഞ ജഗദീശേട്ടൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ കറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല ഇതുവരെ. സാർ വീഡിയോ കണ്ടിട്ടുണ്ടാവോ? വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറയാ. ഒരു ചേട്ടൻ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. ബ്ലൂടിക്ക് വീണ് റിപ്ലൈ ഒന്നും ഇല്ല. നമുക്കത് എത്തിച്ചു കൊടുക്കണം. നമ്മൾ എന്തായാലും എത്തിച്ചു കൊടുക്കാം. ഈ എപ്പിസോഡിന്റെ ലിങ്ക് സാറിന് അയച്ചു കൊടുക്കാം. എന്തായാലും ശ്വേത ചേച്ചിക്കും അത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം അമ്മയുടെ പ്രസിഡന്റ് ആണ് ശ്വേത ചേച്ചി. അപ്പൊ ശ്വേത ചേച്ചി, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒന്ന് പരിഗണിക്കണം ചേച്ചി. ഉറപ്പായിട്ട്. അപ്പൊ അനീഷേടാ, താങ്ക് യു സോ മച്ച്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇനിയും വീഡിയോകൾ ചെയ്യണം.
അങ്ങനെ ആഗ്രഹിച്ച പോലെ സിനിമയിൽ എത്തട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഓൾ ദി വെരി ബെസ്റ്റ്. All the best. All the best. അങ്ങനെ നമ്മൾ ജഗദീഷ് ചേട്ടനും ഈ ഫ്ലോറിൽ കണ്ടു, അതുപോലെ തന്നെ നമ്മുടെ വിക്രം സാറിനെ നമ്മൾ ഈ ഫ്ലോറിൽ കണ്ടു. അപ്പൊ ഇനി ഹിന്ദിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ? ഹിന്ദിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നീരുന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത് ശ്വേത ചേച്ചിയായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം.